ഈ ഒരു പൊസിഷനിലേക്ക് വരാൻ പറ്റിയതും അത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. 18 വർഷമായിട്ട് ചെന്നൈയിൽ താമസം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയ് ഫാനാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് ആടുന്നാണ്. ഇനി TVK, അപ്പോൾ ചെന്നൈയിലെ TVKയുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പുള്ളിക്കാരത്തിരുന്ന് ചോദിക്കാം. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ TVK ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരത്തിയോട് ജോയിൻ ചെയ്തതാണ്. പേരെന്താ? പേര് രോഹിണി. രോഹിണി, ഓക്കെ. മാഡം ചെന്നൈയിലാണെന്ന് പറഞ്ഞു, വിജയ് ഫാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു TVKയുടെ ഒരു പ്രവർത്തനം കാര്യങ്ങളൊക്കെ? TVKയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് വിജയ് സാറിനെ ഞാനൊരു 13 വയസ്സ് തൊട്ട് ഫാനാണ് ഞാൻ. അപ്പോൾ അന്ന് തൊട്ടുള്ള വിജയ് സാറിന്റെ ജേണി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ CM ആയിട്ട് വന്ന് നിൽക്കുന്നത് വരെ നമുക്കറിയാം. അത്ഭുതമൊന്നുമില്ലേ? ഉണ്ട്, ഒരുപാട് വിമർശനങ്ങൾ. നമ്മൾ ഒരു ഫാമിലിയിൽ ചെറിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരുപാടില്ല. ആ മനുഷ്യന് ഒരുപാട് വിമർശനം വന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളൊന്നും ആവില്ല, ഡെപ്പോസിറ്റ് എടുക്കില്ല. ഇന്ന് നോക്കിയപ്പോൾ 108 സീറ്റിൽ ജയിച്ചിട്ട് നിൽക്കുക. ആ ഒരു ലെവലിൽ വന്ന് എത്തിപ്പെട്ട് CM ആയി. അതിന്റെ ഒരു കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ടെൻഷനായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കേരളത്തിലൂടെ ഉണ്ടായിരിക്കാം, ലൈവ് ന്യൂസാണ് 24 hours കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ചട്ടമன்றത്തിൽ എന്താ നടക്കുന്നത്, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് കാണാനും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇന്നേ വരെ ഒരു പാർട്ടിക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. CM ആയി കയറി കഴിഞ്ഞു. ഇപ്പോഴും ലൈവ് കാണുന്ന ആൾക്കാരുണ്ട്, ഞാനടക്കം. യൂട്യൂബിലായാലും ഒഫീഷ്യൽ ലിങ്കിൽ പോയിട്ടായാലും കാണുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് ഫിലിം തൊട്ട് അവരുടെ സാലറിയിൽ നിന്ന് തൊട്ട് ജനങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ മേലൊരു വിശ്വാസമുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ പറഞ്ഞതിലും മീറി നമുക്ക് മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന അവർക്കറിയാം. തീർച്ചയായിട്ടും കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന അതിലേറ്റവും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അതാണ് ഏറ്റവും അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും പറഞ്ഞല്ലേ സി ജോസഫ് വിജയ് എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ വന്നിട്ട് അപ്പൊ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു സിനിമാ താരം ആയിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള ദളപതി എന്ന് പറയുന്ന വ്യക്തി CM ആയിട്ട് ഒറ്റയടിക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്രയും സുരക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ഹൗ ഡു ഫീൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ? സന്തോഷമുണ്ട്. കാരണം നമുക്ക് ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവർക്കും സേഫ്റ്റി ഇല്ലാത്ത ലേഡീസിനാണ് സേഫ്റ്റി കുറവ്. എപ്പോഴും എവിടെ ആയാലും ശരി, ജെൻസിനേക്കാൾ നമുക്ക് സേഫ്റ്റി ആവശ്യമുള്ളത് ലേഡീസിനാണ്, കുട്ടികളെ പുറത്തു വിടാനായാലും. അപ്പം അതിനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. വുമൻസിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തത്. അപ്പോൾ അതിന് ഉടനെ പിന്നീട് എന്നുള്ള ഒരു ഇതില്ല. അടുത്തടുത്ത ഡേയ്സിൽ അവര് അതിനുള്ള സെക്യൂരിറ്റി സിസ്റ്റം ആരംഭിക്കുന്നതിൽ നിന്ന് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡ് തന്നെ വരാനിരിക്കുന്നു. അതെ, പിന്നെ ബസ്സുകളിലായാലും ഓട്ടോറിക്ഷകളിൽ വരയ്ക്കും. അവര് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലർട്ട് അടിക്കണ പോലെയും അതിന് ഉടനെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അതെ, ലേഡീസിനുള്ള സിംഗപ്പൻ പട എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. പോലീസുകാരുണ്ട് അതിന് ഇതിനകം തന്നെ. കഴിഞ്ഞു ഇപ്പോഴേ വിട്ടല്ലോ, വണ്ടികളൊക്കെ വിട്ടായിരുന്നു. അപ്പൊ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വന്ന ആ ഫ്യൂ ഡേയ്സിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഫസ്റ്റ് ഡേ തൊട്ട് വൈൻ ഷോപ്പുകൾ ഒരുപാട് 719 ഷോപ്പ് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളുള്ള ഏരിയ, നമ്മളെ ബസ് സ്റ്റോപ്പ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിവാഹം, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. എല്ലാം. അപ്പൊ എന്ത് തോന്നുന്നു കേരളത്തിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ TVK അവിടെ CM ആയിട്ട് നമ്മുടെ വിജയ് വന്നു കഴിഞ്ഞു. നേരെ കേരളത്തിലേക്ക് വയനാട്ടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ TVK വരുന്നു, കേരളത്തിലേക്ക് വരാൻ പോണു. അങ്ങനെ പാലക്കാട്, തൃശ്ശൂർ, ഇന്ന് കൊല്ലം, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പെട്ടെന്ന് വരുന്നു. അപ്പോൾ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂരാണ്, ഞാൻ കോടന്നൂരാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു, ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. ഈ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ എന്താണ് മെമ്പർഷിപ്പ്? ഞാൻ ചെന്നൈയിൽ കുറെ പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് മെമ്പർഷിപ്പ്. നിറയെ പേര് എന്നെ കോൺടാക്ട്. മലയാളീസ് അവിടെ വോട്ടർ ID ഉള്ള ആൾക്കാർക്ക്, വോട്ട് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാർക്ക് നമുക്ക് അവിടെ എടുത്തു കൊടുക്കാൻ പറ്റും. ഞാൻ മിനിഞ്ഞാന്ന് കൂടി ഒരു മാഡത്തിന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ടും, ഇലക്ഷൻ കഴിഞ്ഞിട്ടും വീണ്ടും അതിൽ ജോയിൻ ചെയ്യണം, ഒരു മെമ്പർഷിപ്പ് കാർഡ് വേണം എന്നുള്ള ഇത്. നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഞാനിത് പോസ്റ്റ് ഇട്ട സമയത്ത് നിറയെ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണം. അപ്പോഴത്തേക്ക് നമ്മൾ ഫോൺ നമ്പർ, കോൺടാക്ട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒഫീഷ്യലി നമ്മൾക്ക് അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നമ്മൾ കാർഡ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതെല്ലാം ഫയൽ ചെയ്തിട്ട് നമ്മൾ അവിടെ കൊടുക്കണം. അവിടെ TVK ഓഫീസിൽ കൊടുക്കണം. ആനന്ദ് സാർക്കിட்ட കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ TVK കേരളം എന്തായാലും ഇനി കേരളത്തിലും 2031
വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, കൊണ്ടുവരണം. അപ്പൊ ഒരു 4 പാർട്ടികൾ ഇനി കേരളത്തിൽ ഉണ്ടാവും, അതിൽ TVK ഭരിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലേ? യെസ്, ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരു രാഷ്ട്രീയക്കാരിയാവുമ്പോ എന്ത് തോന്നുന്നു? എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല സത്യത്തിൽ. വിജയ് സാറാണ് ശരിക്കും തമിഴ്നാട്ടിൽ പൊളിറ്റിക്സ് എന്താണെന്ന് ഒറ്റ സിമ്പിൾ വാങ്ങ്, നല്ല മനസ്സുണ്ടായിട്ട് മക്കൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല മനസ്സുണ്ടായാൽ മതി, ഇതാണ് പൊളിറ്റിക്സ് എന്ന് ഒറ്റ വേർഡിൽ പറഞ്ഞു പോയിട്ടുള്ള ആളാണ് ആൾ പല മീറ്റിങ്ങിലും. അപ്പോൾ അതാ വേണ്ടു. പൊളിറ്റിക്സ് നമ്മൾ എന്തൊക്കെയോ വിചാരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് പോലും നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഇതാണ്, നമുക്ക് മക്കൾക്ക് സേവ ചെയ്യണം, നല്ലൊരു മനസ്സുണ്ടാവണം, എല്ലാം ചെയ്യാനുള്ള മനസ്സ്, ഒരാളുടെ എന്താണ് പ്രോബ്ലംസ് അത് കേട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. വിജയ് ഫാൻ ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മള് ഫുഡ് കൊടുക്കല്, എന്നെ കൊണ്ട് പറ്റാവുന്ന ചില ഫാമിലിയിൽ പൈസ കൊടുക്കല്, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്നത്, അതാർക്കും അറിയില്ല, പക്ഷെ നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ ഇങ്ങനെ പറഞ്ഞ പോലെ പല വിങ്ങുകളായിട്ട് വരികയാണ് അല്ലെ? വുമൻസ് വിങ്, മെൻസ് വിങ് ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും വുമൻസ് വിങ്ങിന്റെ ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ തൃശ്ശൂര് ആ സോഷ്യൽ വർക്ക് ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഇതുവരെയ്ക്ക് എങ്ങനെയാണെന്ന് പോയതെന്ന് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം. നമ്മളെ കൊണ്ട് എന്താണ് പറ്റാവുന്നത് അത് ചെയ്യണം. വുമൻസിന് എന്താ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങണം. വുമൻസ് വിങ് ഒരു ഭാഗത്ത്, മെൻസ് വിങ് ഒരു ഭാഗത്ത്. അപ്പൊ നല്ല രീതിയിലുള്ള പ്രവർത്തനം തനിയായിട്ടുണ്ട് TVKയുടെ ഭാഗമായിട്ട്. അങ്ങനെയാണ്. ഇനി എങ്ങനെ ഫാൻസ് വേറെ ഭാഗമാണോ അല്ലെങ്കിൽ പാർട്ടി വേറെ ഭാഗമാണോ? അങ്ങനെ ഫാൻസ് ഇല്ല, ഇനി ഫാൻസ് അല്ല, ഫുള്ള് TVK മെമ്പേഴ്സ് ആണ്. ഫാൻസിലുള്ള മെമ്പേഴ്സ് TVKയുടെ ഭാഗമാണ്. ശരിയാ, അതായത് സിനിമ എന്നുള്ളത് ജനനായകരുടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പുതിയ ആശയങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നു? ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ കേരളത്തിലും ആ മാറ്റങ്ങൾ, അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, പുതിയ ഒരാൾക്ക് ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ഇത്രയും 75 വർഷം 50 വർഷം പൊളിറ്റിക്കൽ പാർട്ടികളോ ഒന്നുമില്ലാതെ പോയിട്ട് പുതിയ ഒരു 2 വർഷം പാർട്ടി കൊണ്ടുവന്നിരുന്നത്. പക്ഷെ വിജയ് സാർ വെൽ പ്ലാൻഡ് ആണ്. മുമ്പേ ആൾക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കും അറിയില്ല, അതൊരു സീക്രട്ട് ആയിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഈ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ രാഷ്ട്രീയക്കാരി കൂടി ആവുകയാണ് വിജയ് ഫാൻ ആയതിനു ശേഷം, TVKയുടെ ഭാഗമാവുകയാണ്. അത് തൃശ്ശൂർ വുമൻസ് വിങ്ങിന്റെ ഭാഗമാവുകയാണ്. അതിന്റെ ജില്ലാ പ്രസിഡന്റ് വുമൻസ് പ്രസിഡന്റ് ആവുകയാണ് നമ്മുടെ രോഹിണി ചേച്ചി. ഇനി എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.